പാർട്ടി നിർദ്ദേശങ്ങൾ മറികടന്ന് വീണ്ടും പ്രതികരണവുമായി PV അൻവർ MLA. നീതിയില്ലെങ്കിൽ നീ തീയാവുകയെന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. വിശ്വാസങ്ങൾക്കും വിധേയത്തിനും അപ്പുറമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ടെന്നും പോസ്റ്റിൽ അൻവർ പറയുന്നു. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ശിവദാസ്, പാർട്ടി വരെ അവസാനം ഇടപെട്ടിട്ടും അതിലൊന്നും തന്നെ വഴങ്ങുന്ന ലക്ഷണമില്ല അൻവറിൻ്റേത് എന്ന് തന്നെയല്ലേ ഈ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും? തീർച്ചയായും രജനി പാർട്ടിയോട് വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് അൻവറിന്റെ ഇപ്പോഴുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടർച്ചയായി അൻവർ പരാതികളും പരാമർശങ്ങളും ഉന്നയിക്കുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാതികൾ നൽകുന്നു, പരാമർശങ്ങൾ നടത്തുന്നു, തുടർച്ചയായി പരസ്യ പ്രതികരണം നടത്തുന്നു. ഒടുവിൽ തുടക്കത്തിൽ പാർട്ടി ഇതിനെ അനുകൂലിച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കം അൻവറിനോടൊപ്പം ചേർന്നു നിൽക്കുന്നു എന്ന തരത്തിൽ ഉള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അൻവറിന്റെ ഈ പരാമർശങ്ങൾ തുടർന്നപ്പോൾ അത് പ്രതിരോധിക്കുക തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM പാർട്ടിയും ചെയ്യുന്നത്. പക്ഷേ അതിന് വഴങ്ങാത്ത രീതിയിലാണ് അൻവറിന്റെ ഇപ്പോഴുള്ള ഈ തുടർ നീക്കങ്ങളെല്ലാം തന്നെ. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇനി പരസ്യ പ്രതികരണം പാടില്ല, നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നെല്ലാം തന്നെ. തൽക്കാലം പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും അൻവർ മാറി നിൽക്കണം എന്ന സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പിന് പുല്ലുവില നൽകിയാണ് അൻവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതായത് അൻവർ പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി പോലും ഇതിനെതിരെ അൻവറിന്റെ ഓരോ പരാമർശങ്ങളെയും കൃത്യമായി കണക്കുകൾ നിരത്തി അതിന് ബദലായി പറയുമ്പോഴും അതിന് എതിരായി പറയുമ്പോഴും അൻവർ അതിന് വഴങ്ങുന്നില്ല എന്ന് തന്നെ വ്യക്തമാവുകയാണ് അൻവറിന്റെ ഓരോ നീക്കങ്ങളിലും. പിന്നീട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന അൻവർ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നലെയും അത്തരത്തിലുള്ള അഭിപ്രായം അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു. ADGPയെ ഡിസ്മിസ് ചെയ്യണം, അതോടൊപ്പം തന്നെ താൻ ഈ വിഷയത്തിൽ പിന്മാറില്ല, താൻ തോറ്റു പിന്മാറില്ല, പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് തൻ്റെതായ വഴികളുണ്ട് എന്ന് സൂചിപ്പിച്ചു തന്നെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു. ഈ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇതിനുശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അൻവറിന്റെ ഈ നിലപാടിനോട് എതിർപ്പാണ് അറിയിച്ചത്. പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും അൻവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. പരസ്യമായി തന്നെ ഇത് പറയാനുള്ള നീക്കവും LDF യോഗത്തിൽ വരെ ഇത് ചർച്ച ചെയ്യാനുമുള്ള തീരുമാനത്തിലാണ് ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെയും തീരുമാനം. പക്ഷേ ഇതിനെല്ലാം വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് അൻവറിന്റെ ഇപ്പോഴുള്ള ഈ നീക്കങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ പൊട്ടിത്തെറിച്ചു തന്നെ നിൽക്കുകയാണ്. തനിക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ താൻ തീയാവുക തന്നെ ചെയ്യും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുമ്പോൾ അത് പാർട്ടിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്. കാരണം P ശശിയെ സംരക്ഷിക്കാനുള്ള പാർട്ടിയുടെ നിലപാട് അത് ശരിയല്ല. തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. P ശശിക്കെതിരായ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു. സ്വർണ്ണക്കടത്ത് കച്ചവടത്തിന്റെ പങ്കുപോലും P ശശി പറ്റുന്നുണ്ട് എന്ന ഒരു ആരോപണം അടക്കം, ഗുരുതരമായ ആരോപണം അടക്കം PV അൻവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ പതിറ്റാണ്ടുകളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് P ശശി എന്ന നിലയ്ക്കാണ് പാർട്ടി ഈ ഒരു ആരോപണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശശിയെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിക്കെതിരായ ഇത്തരം നീക്കങ്ങൾ, P ശശിക്ക് പോലുള്ള മുതിർന്ന നേതാക്കൾക്കെതിരായ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അത് ഒരു തരത്തിൽ പാർട്ടിയോടുള്ള വെല്ലുവിളിയായിട്ടാണ് പാർട്ടി കാണുന്നത്. എന്തായാലും അൻവർ ഇതിലൊന്നും വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെയും CPMനെയും എല്ലാം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇടത് MLA കൂടിയായ അൻവറിന്റെ ഓരോ നീക്കങ്ങളും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നും അൻവർ അറിയിച്ചിട്ടുണ്ട്. രചനി.